ഒരു അടിപൊളി ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മൾ ചീനച്ചട്ടിയിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുക്കറിൽ തന്നെ ഇട്ടിട്ട് അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ചീനച്ചട്ടിയല്ല, ചട്ടിയിലിട്ട് ഉണ്ടാക്കിയാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുമല്ലോ, പക്ഷെ അതൊക്കെ വെറുതെയാണ്. നമ്മൾ ആവശ്യത്തിന് ഉള്ളിയും തക്കാളിയും എടുക്കാം. കുറച്ചധികം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതാണ് പൊടികളായിട്ട് ഇടുന്നത്. പിന്നെ ഗരം മസാല ചേർക്കും. അതിലേറ്റവും പ്രധാനം നമുക്ക് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മളിപ്പോൾ 2 കിലോ ബീഫിനിട്ടത് ഒരു 4-5 ടേബിൾ സ്പൂൺ. ഇതിലുള്ളത് നിങ്ങൾ എണ്ണിക്കോളി, എത്രയാണോ അത്ര. ഈ കയ്യിൽ കണ്ടില്ലേ, ഈ കാലിന് എത്രയാണോ ഇടുന്നതെന്ന് എണ്ണിക്കോളി. അത്രയും നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് വരുന്ന ബീഫാണ് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾ ഒരിക്കലും മറക്കാതെ ഉണ്ടാക്കി നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് 2 കിലോ ബീഫാണ്. ഇനി നമ്മൾ ഈ മസാല ഇട്ട്, നിങ്ങൾ മല്ലിപ്പൊടിൻ്റെ എണ്ണ ഞാൻ പറയണില്ല, അപ്പോൾ അത് നോക്കുക എത്രയാണെന്ന് വെച്ചാൽ. ആ കയ്യിലിനനുസരിച്ചാണ് ഇട്ടത്. പിന്നെ ഇത് ഗരം മസാലയാണ്. അത് കറുകപ്പട്ട, ഏലക്കായ, കറാമ്പൂവ്, വലിയ ജീരകം, ചെറിയ ജീരകമൊക്കെ കൂടെ പൊടിച്ചിട്ടുണ്ടാക്കിയത്, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വിസിലടുപ്പിച്ചെടുക്കണം. നല്ല വിസിലടുപ്പിച്ചെടുക്കണം. ഒരു 8 വിസിലോളം നമ്മളിത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെക്കണം. തീ ഇനി കൂട്ടിയിട്ട് അത് പ്രശ്നമാവരുത്. നമ്മൾ തീ കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഉണ്ടാക്കണവർ അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമാവാൻ നിൽക്കണ്ട. കുറച്ച് മീഡിയത്തിലൊക്കെ ഒന്ന് വെച്ചാൽ മതി. നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് 8 വിസിലാണ് വന്നത്. അപ്പോൾ നന്നായിട്ട് ബീഫ് വെന്തിട്ടുണ്ട്. നല്ല വെന്ത് നല്ല കുക്കായിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബീഫിൻ്റെ ഒരു പരുവം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ ഉപ്പിടാൻ മറക്കണ്ട. പിന്നെ ഇനി കറിവേപ്പിൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പച്ചക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ കൂടെ ഇതിലേക്ക് വരും. എനിക്ക് അതിനൊന്നും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനിത് ബീഫ് ദോശ കൂട്ടി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ.